ഓക്കെ ടീച്ചറെ, ഒരു മിനിറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൽഫോൻസ് ടീച്ചറിനെ നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അൽഫോൻസ് ടീച്ചർ ആരെങ്കിലും മൈക്ക് അനാവശ്യമായിട്ട് ഓൺ ആക്കിയാൽ ടീച്ചറിനെ അവരെ റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മൈക്ക് ഓഫ് ആക്കാവോ എന്ന് ചോദിക്കുന്ന പരിപാടിയില്ല. നിങ്ങൾ അറിയാതെ മൈക്ക് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ആക്കും. അൽഫോൻസ് ടീച്ചറിന് അതിനുള്ള അധികാരം നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കാരണം ഒരുപാട് പേരുള്ളതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മൈക്ക് ഓൺ ആക്കിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അന്നേരം ഒരു വിഷമം ഉണ്ടാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇനി അങ്ങോട്ടേക്ക് ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. അതിനൊരു തുടക്കമാണ്. ഈ സമയത്ത് നമ്മൾ സാധാരണ ക്ലാസ് ഇല്ലാത്തതാണ്. നമുക്ക് വേറൊരു സമയം തിരഞ്ഞെടുക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടീച്ചറിനോട് ഈ സമയം ചോദിച്ചതും ടീച്ചർ ഈ സമയത്ത് തയ്യാറായി വന്നതും. അപ്പം ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അൽഫോൻസ് ടീച്ചറിനെ ഈ ബോധന രീതികൾ, തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഈ ക്ലാസ് എടുക്കാനായിട്ട്, ജനറൽ പെഡഗോജി ക്ലാസ് എടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. വോയിസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെഡഗോജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബോധന രീതികൾ, അതുപോലെ തന്നെ തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഭാഗങ്ങൾ. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറയുന്ന ബോധന രീതികൾ അതല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ചിന്തയിലും അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലും അനുയോജ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു പഠന പ്രവർത്തനത്തിനെയാണ് ബോധന രീതികൾ എന്ന് പറയാം. അതായത് നമുക്കൊരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത്, അതിന്റെ ഉള്ളടക്കം എങ്ങനെ നമ്മൾ കുട്ടികളിലോട്ട് എത്തിക്കണം തുടങ്ങിയ കാര്യങ്ങള് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ബോധന രീതി എന്ന് പറയാം. ഈ ബോധന രീതിയോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളും ഉണ്ടാവും. ആ ഒരു പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ബോധന സങ്കേതങ്ങൾ എന്ന് പറയും. ബോധന രീതികൾ പലപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, അത് വിവരണാത്മക സങ്കേതം ഉപയോഗിച്ചിട്ടുള്ളതും ഉണ്ടാവും, അതുപോലെ വിശദീകരണ സങ്കേതം ഉപയോഗിച്ചിട്ടുള്ളതും ഉണ്ടാവും. ഈ വിവരണാത്മക സങ്കേതങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്കാണ്. മെയിനായിട്ടും ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ പഠിപ്പിക്കുന്നതിനും മറ്റ് ജോഗ്രഫി അതുപോലെ തന്നെ എക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിവരണാത്മക സങ്കേതം അഥവാ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന വിശദീകരണ സങ്കേതം നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ വിഷയങ്ങൾ, മെയിനായിട്ടും സയൻസ് സബ്ജക്ട്സുകളും അതുപോലെ തന്നെ മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ വിശദീകരണ സങ്കേതം ഉപയോഗിക്കുക. അപ്പൊ രണ്ട് തരത്തിലുള്ള ബോധന രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മിക്കുക. വിവരണാത്മക സങ്കേതവും അതുപോലെ തന്നെ വിശദീകരണ സങ്കേതവും. വിവരണാത്മക സങ്കേതം നമ്മൾ ഉപയോഗിക്കുന്നത് ചരിത്രപരമായ വസ്തുതകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ശാസ്ത്രീയമായ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിശദീകരണ സങ്കേതങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന ബോധന രീതികളെല്ലാം പ്രാവർത്തികമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ലഭ്യമാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ ബോധന ഫലമാണ്. നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടാവും. ആ ഒരു ലക്ഷ്യം കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് ബോധന ഫലം എന്ന് പറയാം. അതായത് ബോധന രീതികൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതാണ് ബോധന ഫലം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് എൻഡിങ്ങിൽ, ആ ഒരു ടോപ്പിക്കിന്റെ എൻഡിങ്ങിൽ കുട്ടികൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന വാല്യൂസ് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി മൈൻഡ് സെറ്റ് വെച്ചിട്ടുണ്ടാവും. അത് കുട്ടികളിലേക്ക് നേരിട്ട് ലഭ്യമാക്കുക എന്നതാണ് ബോധന ഫലം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള ബോധന രീതികൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിന്, അതായത് കുട്ടികളിലെ വിദ്യാർത്ഥികളുടെ ചിന്ത അതുപോലെ തന്നെ വ്യവഹാരം തുടങ്ങിയവയെല്ലാം അതിന്റെ എക്സ്ട്രീം ലെവൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അറ്റൈൻ ചെയ്തു വരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതായത് മനുഷ്യനെ, ഒരു വിദ്യാർത്ഥിനെ ഭൗതിക തലത്തിലും ആത്മീയമായ രീതിയിലും എല്ലാ തരത്തിലും ഉള്ള ഡെവലപ്മെന്റ് കുട്ടികൾക്ക് എത്തിക്കുക. ആ ഒരു ലക്ഷ്യങ്ങളെല്ലാം, അതായത് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള ബോധന രീതികൾ നമ്മൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ മെയിനായിട്ടും പ്രധാനപ്പെട്ട ബോധന രീതികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട് ബോധന രീതികൾ പഠിക്കാനുള്ളത്. പക്ഷെ എന്നാലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ കുറച്ച് മാത്രം നമ്മൾ പിക്ക് ഔട്ട് ചെയ്യുക. പ്രസംഗ രീതി, പാഠപുസ്തക രീതി, മേൽനോട്ട പഠന രീതി, സാമൂഹ്യവൽകൃത വായനാ രീതി, പ്രോജക്റ്റ് രീതി, ചർച്ചാ രീതി, പ്രശ്ന പരിഹരണ രീതി,
കഥാകഥന രീതി, ഉൽപ്പത്തി പരിശോധനാ രീതി, ഡാൾട്ടൺ പദ്ധതി, ക്രമീകൃത പഠനം, നിർദ്ദിഷ്ടാഭ്യാസ രീതി, കളിമാർഗ രീതി, ചോദ്യം ചോദിക്കൽ സങ്കേതം, വിശദീകരണ സങ്കേതം, വിഡംബനം, നാടകീകരണം, മസ്തിഷ്ക വിക്ഷോഭം, സൂക്ഷ്മബോധനം, കെല്ലർ പ്ലാൻ, മോണ്ടിസോറി രീതി, വിനൈറ്റ പദ്ധതി. ഇത്രയും ബോധന രീതികളാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ എന്നാലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ പ്രസംഗ രീതി, പാഠപുസ്തക രീതി, മേൽനോട്ട പഠന രീതി, സാമൂഹ്യവൽകൃത വായനാ രീതി, പ്രോജക്റ്റ്, അതുപോലെ തന്നെ ചർച്ചാ രീതി, പ്രശ്ന പരിഹരണ രീതി, കഥാകഥന രീതി, ഉൽപ്പത്തി പരിശോധന രീതി. ഉൽപ്പത്തി പരിശോധന രീതി കൂടുതലായിട്ടും വരിക സോഷ്യൽ സയൻസ് സബ്ജക്ട്സുകാർക്കും, കാറ്റഗറി 2 സോഷ്യൽ സയൻസുകാർക്കും ഉണ്ടാവും, കാറ്റഗറി 1കാർക്കും ഉണ്ടാവും. ദെൻ ഡാൾട്ടൺ പദ്ധതി, ക്രമീകൃത പഠനം, നിർദ്ദിഷ്ടാഭ്യാസ ഇതിന്റെ നോട്ട് അത് അജയ് സാറിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, കളിമാർഗ രീതി, ചോദ്യം ചോദിക്കൽ സങ്കേതം തുടങ്ങിയ കുറച്ചധികം കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രസംഗ രീതിയാണ്. പ്രസംഗ രീതി എന്ന് പറയുന്ന അതായത് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ബോധന രീതിയാണ് പ്രസംഗ രീതി എന്ന് പറയാം. നമ്മൾ പറയുകയാണെങ്കിൽ സ്പൂൺ ഫീഡിങ്, നമ്മൾ എന്താണോ കൃത്യമായിട്ട് പഠിക്കേണ്ടത് അത് കുട്ടികളുടെ മുന്നിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ആ ഒരു രീതിയാണ് പ്രസംഗ രീതി. പണ്ടുകാലം മുതലേ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളും ചെയ്ത് പരിചയിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെത്തേഡാണ് ഈ പറയുന്ന പ്രസംഗ രീതി എന്ന് പറയുന്നത്. ഈ പ്രസംഗ രീതി ഐഡിയലിസത്തിന്റെ അഥവാ ആശയവാദത്തിന്റെ സംഭാവന കൂടിയാണ് പ്രസംഗ രീതി എന്ന് പറയുന്നത്. ഗുരുകുല വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പ്രാചീന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എന്നിവയിലെല്ലാം സ്വീകരിച്ചിരുന്ന ബോധന മാതൃക എന്ന് പറയുന്നത് ഈ പ്രസംഗ രീതിയാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പ്രാചീന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രസംഗ രീതിയായിരിക്കും. പ്രസംഗ രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധ്യാപകൻ ആയിരിക്കും അവിടെ കേന്ദ്രമായിട്ട് നിൽക്കുക. അതായത് പ്രസംഗ രീതിയിൽ അധ്യാപകരെ കേന്ദ്രീകൃതമായിരുന്നാല് വിദ്യാർത്ഥി അവരെ ഒരു കേൾവിക്കാരൻ മാത്രമാണ്. വിദ്യാർത്ഥിക്ക് യാതൊരുവിധ റോളും അവിടെ ഇല്ല. അധ്യാപകനാണ് ആ ഒരു ക്ലാസ്സും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് കൺട്രോൾ ചെയ്ത് പോവുക. കൂടുതലും ഇത്തരത്തിലുള്ള പ്രസംഗ രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ്, ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹയർ സെക്കൻഡറി തലത്തിലും അതിന് മുകളിലുമാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ആ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഈ സ്ലൈഡിൽ ഇപ്പൊ നിങ്ങൾ നിലവിൽ കാണുന്ന ഈ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പ്രസംഗ രീതിക്ക് പല വർഷങ്ങളായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഏറ്റവും പഴക്കമുള്ള ബോധന രീതിയാണ്. സ്പൂൺ ഫീഡിംഗ് എന്ന പേരിലാണ് പ്രസംഗ രീതി അറിയപ്പെടുന്നത്. അതുകൂടാതെ ആശയവാദത്തിന്റെ സംഭാവനയാണ് പ്രസംഗ രീതി. ഈ ഒരു പ്രസംഗ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത് അധ്യാപക കേന്ദ്രീകൃതമായതിനാല് വിദ്യാർത്ഥി വെറും കേൾവിക്കാരനായിട്ട് മാത്രം ഇരിക്കുന്ന കാര്യമാണ് പ്രസംഗ രീതിയിൽ വരിക. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഹയർ സെക്കൻഡറി തലത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമാണ് കൂടുതലായിട്ടും പ്രസംഗ രീതി കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത മെത്തേഡിലോട്ട് പോവാണ്. പാഠപുസ്തക രീതി. പാഠപുസ്തക രീതി അഥവാ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് എന്ന് പറയുമ്പോൾ പാഠപുസ്തകം കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധന രീതിയാണ് പാഠപുസ്തക രീതി എന്ന് പറയുക. നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും കിട്ടും. പാഠപുസ്തകം കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധന രീതിയാണ്. അതുപോലെ തന്നെ നിയന്ത്രിതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി അവലംബിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ബോധന രീതി കൂടിയാണ് പാഠപുസ്തക രീതി. അതായത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ പാഠപുസ്തക രീതി എന്ന് പറയുന്ന ബോധന രീതി നമ്മൾ സ്വീകരിക്കുക. അതുപോലെ വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ വളരെ സരളമായിട്ടും പ്രവർത്തന കേന്ദ്രീകൃതവുമായിട്ടുള്ള ഉള്ളടക്കം നൽകുന്ന ബോധന രീതി കൂടിയാണ് പാഠപുസ്തക രീതി എന്ന് പറയുന്നത്. അതായത് ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ രീതിയിലുള്ള കണ്ടന്റുകൾ പുസ്തകത്തിൽ കൊടുത്തുകൊണ്ട് അത് അവരുടെ പ്രായത്തിനനുസരിച്ച് കൃത്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുകയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ആ കുട്ടികൾക്ക് ആ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉള്ളടക്കം കിട്ടുന്ന രീതിയിലും ഉള്ളതായിരിക്കും ആ ഒരു അതിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നാണ് പാഠപുസ്തക രീതി എന്ന് പറയുന്നത്. അതായത് പാഠപുസ്തകത്തിലെ ഉള്ളടക്കത്തിനാണ് കൂടുതലായിട്ട് പാഠപുസ്തക രീതി അഥവാ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുക. ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്, അതായത് ഈ പാഠപുസ്തക രീതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികള് പാഠപുസ്തകം വായിക്കുകയും അധ്യാപകർ ആവശ്യാനുസരണം സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതിയാണ് പാഠപുസ്തക രീതി എന്ന് പറയുന്നത്.
നമ്മൾ ആദ്യമേ പഠിച്ച പ്രസംഗ രീതിയിൽ അധ്യാപകൻ കേന്ദ്രീകൃതമായിരുന്നു, വിദ്യാർത്ഥികൾ വെറും കേൾവിക്കാരനായിരുന്നു. എന്നാൽ പാഠപുസ്തക രീതിയിൽ കുട്ടികള് പാഠപുസ്തകം വായിക്കുന്നു, അധ്യാപകരെ ആവശ്യാനുസരണം സഹായങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് പാഠപുസ്തക രീതിയിൽ പഠിച്ചു വെക്കാനുള്ളത്. അടുത്തത് മേൽനോട്ട പഠന രീതി. മേൽനോട്ട പഠന രീതി നമ്മളെ സംബന്ധിച്ച് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. മേൽനോട്ട രീതി എന്ന് പറയുമ്പോൾ പഠിതാവ് ആവശ്യാനുസരണം അധ്യാപകന്റെ സഹായവും മാർഗദർശനവും സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ശ്രമഫലമായി പുതിയ പാഠങ്ങൾ പഠിക്കുന്ന സമീപനത്തിനെയാണ് മേൽനോട്ട പഠന രീതി എന്ന് പറയുന്നത്. അതായത് പഠിതാവ് അഥവാ സ്റ്റുഡന്റിനാണ് കൂടുതൽ ഡിമാൻഡ് അവിടെ നിൽക്കുക. അധ്യാപകൻ എന്ന് പറയുന്നത് സ്റ്റുഡന്റിന് ആവശ്യമായിട്ടുള്ള സഹായം, അതുപോലെ തന്നെ ഗൈഡൻസ് തുടങ്ങിയവ കൊടുക്കുക മാത്രമാണ് അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത്. ഈ ഒരു പഠന രീതിയുടെ, അതായത് മേൽനോട്ട പഠന രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള പഠന ശൈലികൾ വിദ്യാർത്ഥികൾക്ക് സ്വായത്തമാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, അവർ വഴിതെറ്റി പോകുന്നില്ല, അതായത് ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല എന്നുള്ള ഡ്യൂട്ടി ഉറപ്പുവരുത്തേണ്ടത് എന്ന് പറയുന്നത് അധ്യാപകന്റേതുമാണ്. അപ്പൊ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠന ശൈലികൾ സ്വായത്തമാക്കാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ബോധന രീതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേൽനോട്ട പഠന രീതിയാണ്. അടുത്തത് സാമൂഹ്യവൽകൃത വായനാ രീതി. സാമൂഹ്യവൽകൃത വായനാ രീതി എന്ന് പറയുമ്പോൾ ചെറിയ സമൂഹമെന്നോ അല്ലെങ്കിൽ പങ്കിടുന്ന ചുറ്റുപാടുകളെന്നോ കരുതാവുന്ന ക്ലാസ് മുറിയിൽ സാമൂഹിക ബോധം സൃഷ്ടിച്ച് സഹകരണാത്മക രീതിയിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ബോധന രീതിയാണ് സാമൂഹ്യവൽകൃത വായനാ രീതി എന്ന് പറയുന്നത്. അതായത് കുട്ടികള് മൊത്തത്തിൽ എല്ലാ ചെറിയ സമൂഹം അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ കൂടി ചേർന്നോ ഒരു സഹകരണാത്മക രീതിയിലുള്ള ഒരു ബോധന രീതി വളർത്തിയെടുക്കുന്നതാണ് സാമൂഹ്യവൽകൃത വായനാ രീതി എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക, അനൗപചാരിക സംഘരീതിയും ഔപചാരിക സംഘരീതിയും എന്ന് പറയുന്നത്. അനൗപചാരികം എന്ന് പറയുന്നത് പ്രത്യേകമായി യാതൊരു പ്രോട്ടോകോളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സംഘ ചർച്ച, അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നു. എന്നാൽ ഔപചാരികം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൃത്യമായ പ്രോട്ടോകോളും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെയാണ് ഔപചാരിക സംഘരീതി എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ അത് വേണ്ട. സാമൂഹ്യവൽകൃത വായനാ രീതി എന്താണ്? അതായത് ഒരു ചെറിയ സമൂഹമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ക്ലാസ് റൂമിനെ ഒരു ക്ലാസ് മുറിയില് ഒരു സാമൂഹ്യ അവബോധം സഹകരണാത്മക രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് ഉദ്ദേശിച്ചിട്ടുള്ള ബോധന രീതിയാണ് സാമൂഹ്യവൽകൃത വായനാ രീതി എന്ന് പറയാം. മറ്റൊന്ന് പ്രോജക്റ്റ് രീതിയാണ്. പ്രോജക്റ്റ് രീതി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം എച്ച് കിൽപാട്രിക് ആണ്. വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ബൗദ്ധികമായ പ്രവർത്തനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുന്ന കൂടുതൽ മുൻതൂക്കം ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു പഠന രീതിയിൽ നമ്മൾ കൊടുക്കുന്നില്ല. ബൗദ്ധികമായ പ്രവർത്തനത്തിനുള്ള അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റർ അല്ല അവിടെ പ്രോജക്റ്റ് രീതിയിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അതുപോലെ തന്നെ പുസ്തകാധിഷ്ഠിതവും നിർജീവവുമായ ഒരു രീതിയോടുള്ള ശക്തമായ വിയോജിപ്പിന്റെ ഫലമാണ് കിൽപാട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. അപ്പൊ ഓർമ്മിക്കുക, പ്രോജക്റ്റ് രീതിയിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നില്ലാത്ത കാര്യം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായ പ്രവർത്തനമാണ്. അതിന് മുൻതൂക്കം കൊടുക്കുന്നേ ഇല്ല. പുസ്തകാധിഷ്ഠിതവും നിർജീവവുമായിട്ടുള്ള ഒരു രീതി, അതായത് കംപ്ലീറ്റ് ആയിട്ട് മനപ്പാഠം പഠിച്ചു വെച്ചിട്ടുള്ള അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിനോടോ ഈ ലെക്ചർ മെത്തേഡിനോടോ ഒക്കെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധന രീതിയാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയാം. പ്രോജക്റ്റ് രീതി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി വില്യം എച്ച് കിൽപാട്രിക് ആണ്. 4 തരത്തിലുള്ള രീതികളാണുള്ളത്: ഉൽപാദന രീതി, ഉപഭോക്തൃ രീതി, പ്രശ്ന രീതി, വ്യായാമ രീതി തുടങ്ങിയവ. അതൊന്നും നമുക്ക് നോക്കണ്ട. പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് കിൽപാട്രിക് ആണെന്നുള്ളത് ഓർമ്മിക്കാം. ഭൗതിക പ്രവർത്തനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നില്ലാത്ത മെത്തേഡാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്നുള്ളതും ഓർമ്മിച്ചേക്കുക. അതുപോലെ തന്നെ പ്രോജക്റ്റ് രീതിയുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകളുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാഹചര്യം പ്രദാനം ചെയ്യല്, തീരുമാനിക്കലും ലക്ഷ്യം കണ്ടെത്തലും, ആസൂത്രണ നിർവഹണം, മൂല്യനിർണ്ണയം, രേഖപ്പെടുത്തൽ. അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന രീതി ഓർത്തു നോക്കുക. ഫസ്റ്റ് നമ്മൾ
എടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് ടൈറ്റിൽ കണ്ടുപിടിക്കും. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ആ ഒരു ടോപ്പിക് എടുക്കാൻ. അപ്പൊ സാഹചര്യം നമ്മൾ നോക്കി ദെൻ തീരുമാനിക്കലും ലക്ഷ്യം കണ്ടെത്തലും. ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് എന്റെ തീരുമാനം, എന്തായിരിക്കണം എന്റെ ലക്ഷ്യം എന്നുള്ളത് നോക്കുന്നു. ദെൻ ആ പ്രോജക്റ്റ് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലൂടെ വേണം പോവാൻ തുടങ്ങിയ ആസൂത്രണം നടത്തുന്നു. അപ്പൊ അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ആസൂത്രണം നടത്തിയതിനു ശേഷം അതിന്റെ നിർവഹണം നടത്തും. അതായത് ആസൂത്രണം നിർവഹണമായവിടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ഏറ്റവും അവസാനം അതിന്റെ മൂല്യനിർണ്ണയം നമ്മൾ രേഖപ്പെടുത്തും. അപ്പൊ ഇത്രയാണ് ആ ഒരു പ്രോജക്റ്റ് രീതിയുടെ സ്റ്റെപ്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില വർഷങ്ങളിൽ ഈ ഒരു സ്റ്റെപ്സ് ഡിസോർഡർ ആയിട്ട് തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്സുകൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ ഇല്ലാത്ത കാര്യം കൂട്ടിച്ചേർത്തിട്ട് ഇന്നത്തെ ഓഡ് വൺ ഔട്ട് ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പ്രോജക്റ്റ് രീതിയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. അടുത്തത് ചർച്ചാ രീതി. ചർച്ചാ രീതി എന്ന് പറയുന്നത് ബോധന രീതികളിൽ വളരെ ജനകീയമായിട്ടുള്ള വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചർച്ചാ രീതി എന്ന് പറയുന്നത്. അതുപോലെ വളരെ ആസൂത്രിതമായിരിക്കും അത്. വ്യത്യസ്ത അഭിപ്രായമുള്ള പ്രശ്നമോ സാഹചര്യമോ വന്നാൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയാണ് ഈ പറയുന്ന ചർച്ചാ രീതി എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ ജനകീയമാണ്. അതുപോലെ തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടി നടത്തേണ്ട ഒന്നുകൂടിയാണ് ചർച്ചാ രീതി എന്ന് പറയുന്നത്. അതായത് ബോധന മാർഗങ്ങളിൽ വെച്ച് തന്നെ, അതായത് ബോധന രീതികളിലെ ഏറ്റവും ജനപ്രിയ മാർഗം ഒന്നാണ് ഡിസ്കഷൻ മെത്തേഡ് അഥവാ ചർച്ചാ രീതി എന്ന് പറയാം. വിഷയ സജ്ജീകരണവും അതുപോലെ തന്നെ വിഷയ അവതരണം, നിർവഹണം, മൂല്യനിർണ്ണയം തുടങ്ങിയ രീതികളെല്ലാം അതാണ് ഈ ഒരു ചർച്ചാ രീതിയുടെ ക്രമീകരണം എന്ന് പറയുന്നത്. ചർച്ചാ രീതിയുടെ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വിഷയം സജ്ജീകരിക്കുക, അതായത് വിഷയം ഏതാണെന്ന് കണ്ടുപിടിക്കുക, ദെൻ ആ വിഷയം അവതരിപ്പിക്കുക, പിന്നീട് അതിന്റെ നിർവഹണം നടത്തുക, ദെൻ മൂല്യനിർണ്ണയം നടത്തുക. ഇതാണ് ചർച്ചാ രീതിയുടെയും സ്റ്റെപ്സ് എന്ന് പറയാം. ചർച്ചാ രീതിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് നമ്മൾ ഡിബേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് സംവാദന രീതി എന്ന് പറയുന്നത് ചർച്ചാ രീതിയുടെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പാനൽ ചർച്ചകൾ തുടങ്ങിയവയെല്ലാം നമുക്ക് എക്സാമ്പിളുകളാണ്. ചർച്ചാ രീതിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിളുകളാണ് പാനൽ ചർച്ചകൾ, സിംബോസിയം, അതുപോലെ ഡിബേറ്റ്സ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഇതിന് എക്സാമ്പിളുകളായിട്ട് പറയാനായിട്ട് സാധിക്കും. അടുത്തത് പ്രശ്ന പരിഹരണ രീതി. വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറയുന്നത്. ഇതിന്റെ വക്താവ് എന്ന് പറയുന്നത് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് പ്രശ്ന പരിഹരണ രീതിയുടെ വക്താവ്. ഒരു വിശദീകരണത്തിൽ എത്തുന്നതിനോ സങ്കീർണമായ ഒരു വിഷമത പരിഹരിക്കുന്നതിനോ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന ബോധപൂർവവും ആസൂത്രിതവും ലക്ഷ്യപൂർണവുമായിട്ടുള്ള ഒരു ഉദ്യമമാണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്ന പരിഹരണ രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ ഒരു രീതി നടപ്പിലാക്കുക. വളരെ ബോധപൂർവമായിരിക്കും, ആസൂത്രിതമായിരിക്കും, ലക്ഷ്യവും അതിന് ഉണ്ടാവും. ഇപ്പൊ പ്രശ്ന പരിഹരണ രീതി എന്ന് പറഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് നടത്തുന്ന എന്നുള്ള ഓർമ്മിക്കുക. ഇതിന്റെ ഘട്ടങ്ങൾ, പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നത്തെ നിർവചിക്കല്, പരികൽപ്പനകളുടെ രൂപീകരണം, ദത്തങ്ങൾ ശേഖരിക്കൽ, പരികൽപ്പനകളുടെ പരിശോധന, തീരുമാനത്തിലെത്തൽ. എന്തായിരുന്നു മിസ് ഈ പ്രശ്ന പരിഹരണ രീതിയുടെ ആ വക്താവിന്റെ താഴെയുള്ളതൊന്ന് മേളിലുള്ളതൊന്ന് കാണിക്കാമോ? അത് തന്നെ പ്രശ്ന പരിഹരണ അല്ല പ്രശ്ന പരിഹരണ രീതിയുടെ കുറച്ച് മേളില്. അത് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനായിരുന്നോ? ഓക്കെ. പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നത്തെ നിർവചിക്കല്, പരികൽപ്പനകളുടെ രൂപീകരണം, ദത്തങ്ങൾ ശേഖരിക്കല്, പരികൽപ്പനകളുടെ പരിശോധന, തീരുമാനത്തിലെത്തൽ തുടങ്ങിയവയാണ് പ്രശ്ന നിർദ്ധാരണ രീതി അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതി അതല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രോജക്റ്റ് രീതിയുടെയും അതുപോലെ തന്നെ പ്രശ്ന നിർദ്ധാരണ രീതി അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതിയുടെയും സ്റ്റെപ്സുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പ്രശ്ന നിർദ്ധാരണ രീതിയിൽ ക്ലാസ് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ്
വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ച് നിഗമനത്തിലെത്തുകയും അതുപോലെ തന്നെ ക്ലാസ്സിൽ ആവശ്യമായിട്ടുള്ള ചർച്ച സംഘടിപ്പിക്കുകയും വിശദീകരണം നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പ്രശ്ന പരിഹരണ രീതി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡില്. ഇതിലെ 2 രീതികളാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക. ഒന്ന് ആഗമന രീതി, നിഗമന രീതി. ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് മെത്തേഡ്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ സൈക്കോളജിയില് ആഗമന രീതിയും നിഗമന രീതിയുടെയും ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊള്ളുക. പുതിയത് ഒന്ന് പഠിച്ച് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ ഓർമ്മിക്കുക, പ്രശ്ന നിർദ്ധാരണ രീതിയിലെ 2 രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക. ഒന്ന് ആഗമന രീതി, മറ്റൊന്ന് നിഗമന രീതി. ആഗമന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായതിൽ നിന്നും പൊതുവായതിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന രീതിയാണ് ആഗമന രീതി എന്ന് പറയാം. നിഗമന രീതി എന്ന് പറയുമ്പോൾ പൊതുവായതിൽ നിന്നും പ്രത്യേക അറിവിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന രീതിയാണ് നിഗമന രീതി എന്ന് പറയാം. അപ്പം ഈ 2 കാര്യങ്ങൾ, ആഗമന രീതി എന്താണെന്നും നിഗമന രീതി എന്താണെന്നും കൃത്യമായിട്ടും ഓർത്തിരിക്കണം. കാരണം ചില വർഷങ്ങളിൽ ഇത് ചോദിച്ചു, ചിലപ്പോ എങ്ങനെയായിരിക്കും ചോദിക്കുക, പ്രത്യേകമായതിൽ നിന്നും പൊതുവായതിലേക്കുള്ള രീതി ഏത്? അപ്പൊ അത് ആഗമന രീതിയാണ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പോൾ ഒന്നുകിൽ സൈക്കോളജിയിൽ നമുക്ക് തിയറീസിന്റെ അത് പഠിക്കാനുണ്ട്, ഈ പറയുന്ന ആഗമന രീതിയും നിഗമന രീതിയൊക്കെ. അപ്പൊ ഒന്നുകിൽ അത് പഠിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് തന്നെ നിലനിർത്തുക. രണ്ടും സെയിം സംഭവങ്ങൾ തന്നെയാണ്, മാറ്ററുകളെല്ലാം സെയിം ആണ്. നിങ്ങൾ അത് തന്നെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ള അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, പറഞ്ഞോ. ഈ ആഗമന രീതി എന്ന് പറയുന്ന പൊതുതത്വത്തിലേക്ക് പോകുന്നതാണോ? അത് തന്നെയാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒന്നിലോട്ട് പോകുന്നു, അത് ആഗമന രീതി. നിഗമന രീതി എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള ഒന്നിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് പോകും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി സൈക്കോളജിക്കകത്ത് ഒരു പക്ഷേ ഈ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. പലർക്കും പല രീതിയിലുള്ള ഡെഫിനിഷൻ ആയിരിക്കും. അത് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പെഡഗോജിക്ക് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാം. പക്ഷെ ചില പോയിന്റുകൾ എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവിടെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഡെഫിനിഷനുകളാണെങ്കിലും സ്റ്റേറ്റ്മെന്റുകളാണെങ്കിലും അത് മനസ്സിലാക്കി ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബൈ ഹാർട്ടിങ് നമുക്ക് പെഡഗോജിയുടെ കാര്യത്തിൽ കുറച്ച് റിസ്ക് ആണ്. ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല, ബൈ ഹാർട്ട് ചെയ്യേണ്ട പോയിന്റുകളുണ്ട്, അത് കൃത്യമായ രീതിയിൽ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ടിങ്ങിൽ കിട്ടത്തില്ല, ചിലത് കൃത്യമായ രീതിയിൽ എന്താണ് ആ ഡെഫിനിഷന്റെ ഇന്നർ മീനിങ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് കഥാകഥന രീതി. കഥാകഥന രീതി എന്ന് പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞത് പ്ലേറ്റോയാണ്. താഴ്ന്ന ക്ലാസ്സുകളിലാണ് ഈ കഥാകഥന രീതി അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന കഥകളും അതുപോലെ തന്നെ പാട്ടുകളും കഥകളിലൂടെയെല്ലാം കുട്ടികളിലേക്ക് മാറ്റർ നമുക്ക് എന്താണോ എത്തിക്കേണ്ടത് അത് എത്തിക്കുന്നു. അതുവഴി കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. താഴ്ന്ന ക്ലാസ്സുകളിൽ ഉപയോഗിക്കേണ്ട ബോധന രീതിയാണ് കഥാകഥന രീതി എന്നുള്ളത് ഓർമ്മിക്കുക. കഥാകഥന രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് പ്ലേറ്റോയാണ്. അടുത്തത് ഉൽപ്പത്തി പരിശോധന രീതി. ഉൽപ്പത്തി പരിശോധന രീതി കൂടുതലായിട്ടും കാറ്റഗറീസ് 2ന്റെ സോഷ്യൽ സയൻസുകാർക്കും കാറ്റഗറി 1നും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഉൽപ്പത്തി പരിശോധന രീതി അഥവാ സോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഭൂതകാല വസ്തുതകളും അവയുടെ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് സോഴ്സ് മെത്തേഡ് അഥവാ ഉൽപ്പത്തി പരിശോധന രീതി എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഉറവിടങ്ങളാണുള്ളത്. പ്രാഥമിക ഉറവിടവുമുണ്ട്, ദ്വിതീയ ഉറവിടവുമുണ്ട്. പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഉറവിടങ്ങളെയാണ് പ്രാഥമിക സംഭവം എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും അത്. എന്നാൽ ദ്വിതീയ ഉറവിടം എന്ന് പറയുന്നത് പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും സാക്ഷികളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഉറവിടങ്ങൾ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ചരിത്ര പുസ്തകങ്ങള്, ജീവചരിത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ദ്വിതീയ ഉറവിടത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഉൽപ്പത്തി പരിശോധന രീതി എന്ന് പറയുന്നത് 2 തരത്തിലാണ് അതിന്റെ ഉറവിടങ്ങളുള്ളത്, സോഴ്സുകളുള്ളത്. പ്രാഥമിക ഉറവിടവും
ദ്വിതീയ ഉറവിടവും. പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവയായിരിക്കും. എന്നാൽ ദ്വിതീയ ഉറവിടം എന്ന് പറയുന്നത് പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും മാറ്ററുകളെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാക്ഷികളുടെ സഹായത്തോടെ അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നമ്മളിപ്പോ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ നമുക്ക് അതൊരു സെക്കൻഡറി സോഴ്സ് ആണ്, അതായത് ദ്വിതീയ ഉറവിടമാണ്. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഉറവിടങ്ങളാണ്. അതായത് എന്റെ എക്സാമ്പിളുകളാണ് പറഞ്ഞത്. ചരിത്ര പുസ്തകങ്ങളും ജീവചരിത്രങ്ങളും എല്ലാം ഈ പറയുന്ന ദ്വിതീയ ഉറവിടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ഡാൾട്ടൺ പദ്ധതി. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞത് മിസ് ഹെലൻ. ചരിത്ര പുസ്തകങ്ങളും എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? ചരിത്ര പുസ്തകങ്ങളും ജീവചരിത്രങ്ങളും. ഓക്കെ മിസ്. ഓക്കെ, ഡാൾട്ടൺ പദ്ധതി. ഡാൾട്ടൺ പദ്ധതി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഒരു മുറിയിൽ ഇരുന്ന് നിർദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന പദ്ധതിയാണ് ഡാൾട്ടൺ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഡാൾട്ടൺ പ്ലാൻ നമ്മൾ ലബോറട്ടറി പദ്ധതി എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിസ് ഹെലൻ പാർക്കേഴ്സ് ആണ്. മിസ് ഹെലൻ പാർക്കേഴ്സ് ആണ് ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ ഉത്ഭവം നടക്കുന്നത് അമേരിക്കയിലെ ഡാൾട്ടൺ സ്കൂളിലുമാണ്. അപ്പൊ ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൂടാതെ ഡാൾട്ടൺ പദ്ധതി ലബോറട്ടറി പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന ബോധന രീതി ഏത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഡാൾട്ടൺ പദ്ധതിയാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അടുത്തത് ക്രമീകൃത പഠനം. ക്രമീകൃത പഠനം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്കിന്നർ ആണ്. സ്കിന്നറുടെ ശൈലികളാണ് ക്രമീകൃത പഠനത്തിൽ വരിക. നിങ്ങൾ ഓൾറെഡി സ്കിന്നറുടെ തിയറീസിന്റെ അകത്ത് സൈക്കോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ടാവും. സ്കിന്നറിന്റെ ക്രമീകൃത പഠനം, ലീനിയർ പ്രോഗ്രാമിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ക്രമീകരണത്തിന്റെ രേഖീയ ശൈലിയുമുണ്ട്, അതുപോലെ തന്നെ ശാഖീയ ശൈലിയുണ്ട്. ക്രമീകരണത്തിന്റെ രേഖീയ ശൈലിയാണ് സ്കിന്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ശാഖീയ ശൈലി എന്ന് പറഞ്ഞാൽ നോർമാൻ എ ക്രൗസർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിലവിൽ നമ്മളോട് അങ്ങനെ ചോദിക്കുന്നത് എന്ന് പറയുന്നത് ക്രമീകൃത പഠനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അത് സ്കിന്നർ ശൈലി അല്ലെങ്കിൽ സ്കിന്നറിന്റെ ആണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. പിന്നീട് ചോദിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണിത്. ഇത് പറ്റുമെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്, പുതിയതും സങ്കീർണവുമായ അറിവുകളിലേക്കും തത്വങ്ങളിലേക്കും സ്വയം ബോധനത്തിലൂടെ പഠിതാവിനെ നയിക്കുന്ന തരത്തിൽ ചെറിയ ചെറിയ ഘട്ടങ്ങളിലായി പാഠ്യവസ്തുതകൾ ക്രമീകരിക്കുന്ന രീതിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, പുതിയതും സങ്കീർണവുമായ അറിവുകളിലേക്കും തത്വങ്ങളിലേക്കും സ്വയം ബോധനത്തിലൂടെ പഠിതാവിനെ നയിക്കുന്ന തരത്തിൽ ചെറിയ ചെറിയ ഘട്ടങ്ങളിലായിട്ട് പാഠ്യവസ്തുതകൾ ക്രമീകരിക്കുന്ന രീതിയെയാണ് നമ്മുടെ ക്രമീകൃത പഠനം എന്ന് പറയുക. അടുത്തത് നിർദ്ദിഷ്ട അഭ്യാസ രീതി. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വിജ്ഞാനത്തെ സുസംഘടിതമാക്കാനും വിവരങ്ങൾ സ്വാംശീകരിക്കുവാനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് നിർദ്ദിഷ്ട അഭ്യാസ രീതി എന്ന് പറയുന്നത്. അതായത് നമ്മള് അഭ്യാസങ്ങൾ ചെയ്ത് പഠിക്കുക, അതിനുശേഷം പഠനാഭ്യാസങ്ങൾ ചെയ്ത് പഠിക്കുക, പിന്നെ അത് ആവർത്തന പഠനത്തിനായിട്ട് ചെയ്യുക, പിന്നീട് ആവർത്തന പഠനം നടത്തുമ്പോൾ നമുക്കറിയാം നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് തെറ്റുകൾ വന്നിട്ടുള്ളത്, എന്താണ് എന്റെ മിസ്റ്റേക്സ് എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് തെറ്റിപ്പോകുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് അതിന്റെ പരിഹാര ബോധനത്തിനായിട്ടുള്ള അടുത്ത രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നിർദ്ദിഷ്ട അഭ്യാസ രീതിയുടെ 4 തരങ്ങൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് ഏറ്റവും വളരെയേറെ സഹായകമായിട്ടുള്ള ബോധന രീതിയാണ് നിർദ്ദിഷ്ട അഭ്യാസ രീതി എന്ന് പറയുന്നത്. അടുത്തത് കളിമാർഗ രീതി. കളിമാർഗ രീതി എന്ന് പറഞ്ഞാൽ പ്ലേവേ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി കാഡ്വെൽ ഹുക്ക് ആണ്. താഴ്ന്ന ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ടും കളിമാർഗ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് താഴ്ന്ന ക്ലാസ്സുകളിലാണ് അതുപോലെ താഴ്ന്ന ക്ലാസ്സുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ബോധന രീതി ഏതായിരുന്നു? കഥാകഥന രീതി. കഥാകഥന രീതിയും കഥാകഥന രീതിയും അതുപോലെ തന്നെ കളിമാർഗ രീതിയും താഴ്ന്ന ക്ലാസ്സുകളിലാണുള്ളത്. ഉയർന്ന തലങ്ങളിൽ അഥവാ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ഉയർന്ന തലങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബോധന രീതി ഏതായിരുന്നു?
പ്രസംഗ രീതി. ഓക്കെ, പ്രസംഗ രീതിയാണ് ഹയർ സെക്കൻഡറി തലം മുതൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബോധന രീതി എന്ന് പറയുന്നത്. ഓക്കെ, കളിമാർഗ രീതി. കളിമാർഗ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹെൻറി കാൾവെൽ കുക്ക് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ബോധന രീതിയിലൂടെ മെയിൻ ആയിട്ടും ഉദ്ദേശം വെക്കുന്നത് കുട്ടികളിലെ സർഗാത്മകത വളർത്തുക, അതുപോലെ തന്നെ ചലനാത്മകതയും വളർത്തുക എന്നതാണ്. സർഗാത്മകതയും ചലനാത്മകതയും വളർത്താനായിട്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ യൂസ് ചെയ്യുന്നതാണ് കളിമാർഗ രീതി എന്ന് പറയാം. അതുപോലെ ഈ പറയുന്ന കഥാകഥന രീതി നമ്മൾ നടത്തുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കുട്ടികളുടെ സാങ്കല്പികമായിട്ടുള്ള ചിന്താശക്തിയാണ്. ഒരു ഇമാജിനേഷൻ പവറാണ് അവിടെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത ഗവേഷണ രീതി. ഗവേഷണ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആംസ്ട്രോങ് ആണ്. കണ്ടെത്തലിലൂടെയുള്ള പഠനം എന്നാണ് ഗവേഷണ രീതി അറിയപ്പെടുക. കുട്ടികളില് ശാസ്ത്രീയവും വിമർശനാത്മകവുമായിട്ടുള്ള ഗവേഷണ താല്പര്യത വളർത്താനായിട്ട് സഹായിക്കുന്ന ബോധന രീതിയാണ് ഗവേഷണ രീതി എന്ന് പറയുക. അതുപോലെ കുട്ടികളിലെ സ്വാതന്ത്ര്യബോധവും സഹകരണവും അന്വേഷണ ത്വരതയും വളർത്താൻ സഹായിക്കുന്ന ബോധന രീതിയും ഗവേഷണ രീതിയാണ്. അപ്പൊ കുട്ടികള് എന്താ പറയാ കുട്ടികളാണ് ഇവിടെ മെയിൻ ആയിട്ടുമുള്ള റോൾ ചെയ്യുന്നത്. ഗവേഷണ രീതിയിൽ കുട്ടികൾക്കാണ് മെയിൻ റോൾ ഉള്ളത്. കുട്ടികള് കൃത്യമായ രീതിയിൽ, അതായത് ശാസ്ത്രീയമായ രീതിയിൽ വളരെ വിമർശനാത്മകമായ ചിന്തയോട് കൂടി എന്താ പറയാ കുട്ടികൾ ഒരു വർക്ക് ചെയ്യുന്നു. ആ ഒരു വർക്കില് കുട്ടികളെ സഹായിക്കുക എന്നുള്ള റോള് മാത്രമാണ് അധ്യാപകൻ അവിടെ ഉള്ളത്. അപ്പൊ മെയിൻ ആയിട്ടും ഗവേഷണ രീതിയിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണെന്നുള്ളത് ഓർമ്മിക്കുക. അധ്യാപകൻ അവിടെ ജസ്റ്റ് ഒരു ഹെൽപ്പ് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കുട്ടികളിലെ സ്വാതന്ത്ര്യബോധവും സഹകരണാത്മകതയും അന്വേഷണ ത്വരതയും വളർത്താൻ സഹായിക്കുന്ന ബോധന രീതി ഏത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് ഗവേഷണ രീതിയാന്നുള്ള ഓർമ്മിച്ചു വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലൈഡിൽ കാണുന്ന പോയിന്റുകളല്ല, അതായത് സ്റ്റാർട്ടിങ് ടു ഇനി എൻഡ് വരെയുള്ള ഭാഗങ്ങളില് നിങ്ങളുടെ സ്ലൈഡുകളിൽ കാണുന്ന പോയിന്റുകളെല്ലാം ഏതെങ്കിലും ഒക്കെ വർഷങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് പെഡഗോജിയുടെ സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആയിരിക്കും. ഇപ്പം കുട്ടികളിലെ സ്വാതന്ത്ര്യബോധവും സഹകരണവും അന്വേഷണ ത്വരതയും വളർത്താൻ സഹായിക്കുന്ന ബോധന രീതി എന്ന് പറയുന്നത് ഗവേഷണ രീതിയാണെന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. അടുത്ത കിൻഡർ ഗാർഡൻ രീതി. കിൻഡർ ഗാർഡൻ രീതിയും താഴ്ന്ന ക്ലാസ്സുകളിലാണ് ഉപയോഗിക്കുന്നത്. കിൻഡർ ഗാർഡൻ രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ ഫ്രോബലാണ്. കുട്ടികൾക്ക് കളികളിലുള്ള വാസന ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് കിൻഡർ ഗാർഡൻ രീതി എന്ന് പറയുന്നത്. കിൻഡർ ഗാർഡൻ രീതി കുട്ടികളിലുള്ള വാസന, കളികളിലുള്ള വാസന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന രീതിയാണ് കിൻഡർ ഗാർഡൻ രീതി എന്ന് പറയുന്നത്. കിൻഡർ ഗാർഡൻ രീതി താഴ്ന്ന ക്ലാസ്സുകളിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഓർമ്മിക്കുക. അടുത്ത ബെസ്റ്റ് ഗ്രൂപ്പുകൾ. നമുക്ക് ബെസ്റ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെസ്റ്റ് ഗ്രൂപ്പുകൾ പ്രത്യേക ആസൂത്രണം ഒന്നും കൂടാതെ തിരക്കിട്ട സംഘ ചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗത്തിനെയാണ് ബെസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. പ്രത്യേക ആസൂത്രണം ഒന്നും കൂടാതെ തിരക്കിട്ട സംഘ ചർച്ചയായിരിക്കും. അതായത് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്ന ഒരു സംഘ ചർച്ച, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ബെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. വിദ്യാർത്ഥികളിലെ ആശയാവിഷ്കാര പാഠവും അതുപോലെ തന്നെ പ്രശ്ന പരിഹരണ നൈപുണ്യം, ക്രിയാത്മക ചിന്തനവും തുടങ്ങിയവയെല്ലാം വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് ബെസ്റ്റ് ഗ്രൂപ്പ്. അതായത് കുട്ടികളിലെ ആശയങ്ങൾ ഉണ്ടാക്കുക, അതായത് ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ കുട്ടികളെ എന്താ പറയാ കഴിവുണ്ടാക്കുക, അതിന്റെ പ്രശ്ന പരിഹരണ നൈപുണ്യം, പ്രശ്ന പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക, അതുപോലെ തന്നെ ക്രിയാത്മകമായ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുക. ഈ 3 കാര്യങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബെസ്റ്റ് ഗ്രൂപ്പുകൾ. ബെസ്റ്റ് ഗ്രൂപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് യാതൊരുവിധ പ്ലാനിങ്ങും കൂടാതെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്ന ഒരു സംഘ ചർച്ചയാണ് ബെസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. അടുത്ത ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന പദം ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്ബോൺ ആണ്. ഓസ്ബോൺ ആണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന പദം ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായി യോഗം വിളിച്ചുകൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉജ്ജീവിപ്പിച്ച് ആശയങ്ങളുടെ കൊടുങ്കാറ്റ് പോലുള്ള വിസ്ഫോടനം
സൃഷ്ടിച്ച് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണും. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഒരു ടോപ്പിക്ക് കൊടുക്കുന്നു, ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു സംഘ ചർച്ചയുണ്ടാവുന്നു. ആ സംഘ ചർച്ചയിൽ ആ ഒരു പ്രശ്നത്തിനെ പലവിധ സൈഡുകളിൽ നിന്ന്, അതായത് പലവിധ കോണുകളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിശകലനം നടത്തുന്നു. ആ ഒരു വിശകലനത്തില് എന്താ പറയാ ഒരുപാട് ആശയങ്ങൾ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പരിഹാരം നൽകും. ഉടനടി തന്നെ അതിന്റെ പരിഹാരം നൽകും. നമ്മൾ നേരത്തെ നോക്കിയിരുന്ന ബേസ് ഗ്രൂപ്പിന്റെ അകത്ത് യാതൊരുവിധ പ്ലാനിങ്ങും കൂടാതെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്ന ചർച്ചയാണ്. എന്നാൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം എടുക്കുന്നു, അതിനുശേഷം യോഗം വിളിച്ചു കൂട്ടുന്നു, പിന്നീട് അതിന്റെ ചർച്ച നടത്തുന്നു, ചർച്ചയ്ക്ക് ശേഷം വിശകലനം ചെയ്യുന്നു, ആ വിശകലനത്തിന് ശേഷം പരിഹാരം, ഉടനടി ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും. ഇതാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിട്ടും ഈ പറയുന്ന ബെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്ലാൻഡ് അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്നത് ആയിട്ടുള്ള ബോധന രീതികളാണെന്നുള്ള ഓർമ്മിച്ചു വെക്കുക. അടുത്തത് ക്രിയാ ഗവേഷണം. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സ്റ്റീഫൻ എം കോറിയാണ്. സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ്. അധ്യാപകന്റെ പ്രവൃത്തികൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു സമ്പ്രദായമാണ് ക്രിയാ ഗവേഷണം എന്ന് പറയുന്നത്, അതായത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അധ്യാപകൻ രേഖപ്പെടുത്തിയിട്ട് അവയെ തെരഞ്ഞെടുത്ത് അപഗ്രഥിച്ച് പഠിക്കുന്നതിനെയാണ് ക്രിയാ ഗവേഷണം എന്ന് പറയും. ഇപ്പം ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണെന്നുള്ള ഓർമ്മിക്കുക. അധ്യാപകന് മാത്രമായി കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ് ക്രിയാ ഗവേഷണം. അധ്യാപകന്റെ പ്രവൃത്തികൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക തുടങ്ങിയതാണ് ക്രിയാ ഗവേഷണത്തിന്റെ മെയിൻ ആയിട്ടുമുള്ള ഉദ്ദേശം. അതുപോലെ ഈ ക്രിയാ ഗവേഷണത്തിൽ അധ്യാപകൻ ചെയ്യുന്നത് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മെയിൻ ആയിട്ടുമുള്ള പ്രശ്നങ്ങൾ, ദൈനംദിന പ്രശ്നങ്ങൾ എന്താണെന്ന് അധ്യാപകൻ നേരിട്ട് മനസ്സിലാക്കിയതിനു ശേഷം അവയെ തെരഞ്ഞെടുത്ത് അപഗ്രഥിച്ച് പഠിക്കുന്നതിനെയാണ് ക്രിയാ ഗവേഷണം എന്ന് പറയുക. ക്രിയാ ഗവേഷണത്തിനും ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, ആ പ്രശ്നത്തെ നിർവചിക്കുക, പിന്നീട് പ്രശ്ന കാരണങ്ങൾ വിശകലനം ചെയ്യുക, ക്രിയാ പരികൽപ്പനയുടെ പരിശോധന നടത്തുക, ക്രിയാ ഗവേഷണത്തിന്റെ പരിസമാപ്തി, അതായത് ഗവേഷണങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ആ കുട്ടിയെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരിക, അതായത് പരിസമാപ്തിയിൽ എത്തുക. ഇത്രയാണ് ക്രിയാ ഗവേഷണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഘട്ടങ്ങൾ എന്ന് പറയുക. അടുത്തതാണ് കെല്ലർ പ്ലാന്. കെല്ലർ പ്ലാന്റെ ഉപജ്ഞാതാവ് ഹെലൻ കെല്ലറാണ്. കേട്ടില്ല ടീച്ചർ? ഘട്ടങ്ങൾ പറഞ്ഞില്ല, അത് ഒന്നും കൂടി കാണിക്കും മിസ്. ഓക്കെ ഓക്കെ മിസ്. കെല്ലർ പ്ലാന്. കെല്ലർ പ്ലാന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ഹെലൻ കെല്ലറാണ്. വ്യക്തിഗത ബോധന രീതി എന്ന പേരിലും അതുപോലെ തന്നെ PSI പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന പേരിലും കെല്ലർ പ്ലാൻ അറിയുന്നുണ്ട്. അപ്പൊ PSI എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം ഓർത്തിരിക്കണം. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് PSI എന്ന് പറയുന്നത്. അതായത് വ്യക്തിഗത ബോധന സമ്പ്രദായം എന്ന പേരിലും കെല്ലർ പ്ലാൻ അറിയപ്പെടുന്നുണ്ട്. ഈ കെല്ലർ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെലൻ കെല്ലറാണ്. ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ച വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനും വ്യക്തികളുടെ കലാവാസന പ്രകടനങ്ങൾ ഏതാണ്ട് ഒരുപോലെ സമർത്ഥമാക്കുന്നതിനും കഴിയുന്ന ബോധന രീതി എന്നാണ് കെല്ലർ പ്ലാനിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഓർമ്മിക്കുക, ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ചുള്ള പാഠ്യബോധന രീതിയാണ് കെല്ലർ പ്ലാൻ. ഓരോ കുട്ടിയുടെയും, അതാണ് വ്യക്തിഗത ബോധന സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് കെല്ലർ പ്ലാൻ അറിയപ്പെടുക. അതായത് ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ചുള്ള പാഠ്യബോധന രീതിയാണ് കെല്ലർ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള ബോധന പ്രതിവിധികൾ സ്വീകരിച്ച് വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ബോധന രീതിയിലൂടെ സാധിക്കും. അടുത്തത് ചോദ്യം ചോദിക്കൽ സങ്കേതം. ചോദ്യം ചോദിക്കൽ സങ്കേതം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സോക്രട്ടീസ് ആണ്. ചോദ്യം ചോദിക്കൽ സങ്കേതം എന്ന് പറയുന്നത് ഒരു ബോധന രീതിയും അതുപോലെ തന്നെ ഒരു ബോധന സങ്കേതവുമാണ്. ബോധന രീതിയും ബോധന സങ്കേതവുമാണ് ചോദ്യം ചോദിക്കൽ സങ്കേതം എന്ന് പറയുന്നത്. QAR
ക്വസ്റ്റ്യൻ ആൻസർ ടെക്നിക്സ് എന്നുള്ളതാണ് ചോദ്യം ചോദിക്കൽ സങ്കേതം എന്ന് പറയുക. വ്യത്യസ്ത തരം ചോദ്യങ്ങളാണുള്ളത്. അവതരണ ചോദ്യങ്ങള്, വികസനാത്മക ചോദ്യങ്ങള്, ആവർത്തിക്കുന്ന ചോദ്യങ്ങള്, മൂല്യനിർണ്ണയ ചോദ്യങ്ങൾ. അതൊന്നും നമുക്ക് അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഏറ്റവും ആദ്യത്തെ 2 പോയിന്റുകളാണ് മെയിൻ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോക്രട്ടീസിന്റെ സംഭാവനയാണ് ചോദ്യം ചോദിക്കുന്നത് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ബോധന രീതിയും ബോധന സങ്കേതവുമാണ് ചോദിക്കൽ സങ്കേതം എന്ന് പറയുന്ന ബോധന ഇത് ഒന്ന് ഓർമ്മിക്കുക. അപ്പൊ ചോദ്യം ചോദിക്കൽ സങ്കേതം ഒരു ബോധന രീതിയാണ്, അതോടൊപ്പം തന്നെ ബോധന സങ്കേതവുമാണ്. അടുത്തത് വിശദീകരണ സങ്കേതം. വിശദീകരണ സങ്കേതം എന്ന് പറയുമ്പോൾ ഉള്ളടക്കത്തെ ആഴത്തിൽ അപഗ്രഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഉള്ളടക്കത്തെ ആഴത്തിൽ അപഗ്രഥിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് വിശദീകരണ സങ്കേതം എന്ന് പറയുന്നത്. വളരെ കാര്യമായ രീതിയിൽ ഉള്ളടക്കം എന്താണോ അത് വളരെ കാര്യമായ രീതിയിൽ അതിന്റെ ഡെപ്തോട്ട് ചെന്ന് മാക്സിമം ഔട്ട്പുട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നു. അതാണ് വിശദീകരണ സങ്കേതം എന്ന് പറയാം. അതുപോലെ ഈ വിശദീകരണ സങ്കേതം നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമകരമായിട്ടുള്ളതും സങ്കീർണവുമായിട്ടുള്ള ഒരു കാര്യം കുട്ടികളിലേക്ക് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിശദീകരണ സങ്കേതം ഉപയോഗിക്കുക. അതായത് വളരെ കാര്യമായ രീതിയിൽ അതിന്റെ ഉള്ളടക്കം കുട്ടികളിൽ എത്തിക്കണം. അത് വളരെ ആഴത്തിൽ കുട്ടികളിൽ ചെന്നാൽ മാത്രമാണ് അത് എന്താ പറയാ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കണ്ടീഷനുകളിലാണ് നമ്മൾ വിശദീകരണ സങ്കേതം യൂസ് ചെയ്യുക. അടുത്തത് വിഡംബനം. അധ്യാപകനോ വിദ്യാർത്ഥികളോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം അഭിനയിച്ച് കാണിക്കുന്ന രീതിയാണ് വിഡംബനം എന്ന് പറയും. വസ്തുതകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ള 2 രീതികളുണ്ട്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ വിഡംബനം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും കാറ്റഗറി 1 വളരെ ചുരുക്കം ചില വർഷങ്ങളിൽ മാത്രം ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ്. ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു എക്സാം ഫോക്കസിങ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല ഇത്. പക്ഷെ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, അധ്യാപകനോ വിദ്യാർത്ഥികളോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം അഭിനയിച്ച് കാണിക്കുന്ന രീതിയെയാണ് വിഡംബനം എന്ന് പറയും. അടുത്തത് പാത്രനാട്യം. ഒരു പ്രക്രിയയുടെയോ സാഹചര്യത്തിന്റെയോ സംഭവത്തിന്റെയോ നാടകീകരണമാണ് പാത്രനാട്യം എന്ന് പറയുന്നത്, അഥവാ റോൾ പ്ലേ എന്ന് പറയുക. സംഘബോധനം. പരസ്പര ധാരണയുള്ള 2 അതിലധികമോ അധ്യാപകർ സഹകരിച്ച് അവരുടെ വിഭിന്ന അധ്യാപക മാതൃകകൾ പഠിതാക്കൾക്ക് പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന രീതിയാണ് സംഘബോധനം എന്ന് പറയാം. റോൾ പ്ലേയുടെ ഒന്നും കൂടെ കാണിക്കുക. ഓക്കെ, പാത്രനാട്യം കിട്ടിയോ? കിട്ടി മിസ്. ഓക്കെ. അടുത്ത സംഘബോധനം. സംഘബോധനം എന്ന് പറഞ്ഞത് പരസ്പര ധാരണയുള്ള 2 ടീച്ചർമാര്. ആ 2 ടീച്ചർമാര് വ്യത്യസ്തമായ അധ്യാപക മാതൃകകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പഠിതാക്കൾക്ക് വളരെ കൃത്യമായ രീതിയിൽ വളരെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ മാറ്റർ അവതരിപ്പിക്കുന്നതിനെയാണ് സംഘബോധനം എന്ന് പറയാം. അടുത്ത സൂക്ഷ്മബോധനം, മൈക്രോ ടീച്ചിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 2 കൂടുതലായിട്ട് ഞാനത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സൂക്ഷ്മബോധനം അധ്യാപക പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് സൂക്ഷ്മബോധനം എന്ന് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവ് അലൻ ആൻഡ് റയൻ എന്നിവരാണ്. അതുപോലെ തന്നെ ഒരു അധ്യാപകന് 5 or 10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് മാത്രം ഒരു ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയെയാണ് സൂക്ഷ്മബോധനം അഥവാ മൈക്രോ ടീച്ചിങ് എന്ന് പറയാം. ഒരു അധ്യാപകനെ ഉണ്ടാവുള്ളൂ, 5 or 10 കുട്ടികളെ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ ടീമിന് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് കുട്ടികളെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വളരെ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ് അഥവാ സൂക്ഷ്മബോധനം എന്ന് പറയാം. ഈ ഒരു ടീച്ചിങ് നടത്തുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ടീച്ചിങ് ടെക്നിക്സിൽ പല വിധത്തിലുള്ള ശേഷികൾ നമുക്ക് കാണിക്കാം. ജസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വോയിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ എക്സ്പ്രഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള ശേഷികൾ നമുക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ കാണിക്കാം. ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് മൈക്രോ ടീച്ചിങ്ങിൽ നമുക്ക് ഒരൊറ്റ ശേഷി മാത്രമാണ് വികസിപ്പിച്ച് അധ്യാപകന് എന്താ പറയാ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപുഷ്ടി, പുനഃപ്രതിപുഷ്ടി, അതായത് ഫീഡ്ബാക്കും റീഫീഡ്ബാക്കും ആ ടൈമിൽ തന്നെ നടക്കുന്നു എന്നുള്ളതും സൂക്ഷ്മബോധനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഫീഡ്ബാക്കും റീഫീഡ്ബാക്കും ആ ഒരു ടൈമിൽ തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ക്ലാസ് റൂമിലെ മൈക്രോ ടീച്ചിങ്ങിന്റെ ക്ലാസ് റൂമിലെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്ലാനിങ് ഉണ്ടാവും,
അതായത് നമുക്ക് ജസ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഓർക്കുക. ക്ലാസ് എടുക്കാനാണ് ഫസ്റ്റ് നമ്മൾ എന്താണ് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത്, അത് ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയ ഒരു പ്ലാൻ നടത്തും. അതിനുശേഷം നമ്മൾ പോയി ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തതിന് ശേഷം എന്ത് വരും, നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടും. ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവിടെ എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നീട് എന്ത് ചെയ്യും, വീണ്ടും ഒന്നുകൂടെ നമ്മൾ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും പോയി നമ്മൾ ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ്ങിൽ മെയിൻ ആയിട്ട് ആ ഒരു ഘട്ടത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അറിവ് നേടൽ ഘട്ടം, നൈപുണ്യ വികസന ഘട്ടം, പ്രസരണ ഘട്ടം. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ മൈക്രോ ടീച്ചിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. അധ്യാപക പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് സൂക്ഷ്മ ബോധനം അഥവാ മൈക്രോ ടീച്ചിങ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്വീറ്റ് W. അലനും റായനുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ ശേഷം മാത്രമാണ് അധ്യാപകന് ഈ ഒരു സൂക്ഷ്മ ബോധനത്തിലൂടെ അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ്ങിലൂടെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. നാടകീകരണം അനുഭവങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും കഥകളുടെയും സാഹചര്യങ്ങളുടെയും വികാരങ്ങളുടെയും പുനർനിർമ്മാണത്തിനെയാണ് നാടകീകരണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ ഒരു മാറ്റർ തന്നിട്ട് അത് നാടകീയമായ രീതിയിൽ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുക. അടുത്തത് മോണ്ടിസോറി. മോണ്ടിസോറി എന്ന് പറയുമ്പോൾ ബോധേന്ദ്രിയ പരിശീലനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് മോണ്ടിസോറി എന്ന് പറയാം. മോണ്ടിസോറി ടെക്നിക്സ് കൂടുതലായിട്ടും ബോധേന്ദ്രിയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. മോണ്ടിസോറിയുടെ ഉപജ്ഞാതാവ്, മോണ്ടിസോറി രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മരിയ മോണ്ടിസോറിയാണ്. മരിയ മോണ്ടിസോറിയാണ് മോണ്ടിസോറി രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അതുപോലെ സ്വതന്ത്രവും വ്യക്തിഗതവുമായി സ്വാധ്യായത്തിൽ കൂടി വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന രീതിയാണ് മോണ്ടിസോറി. സ്വതന്ത്രമായിരിക്കും കുട്ടികൾ ആ ഒരു ടൈമിൽ വളരെ സ്വതന്ത്രമായിട്ടായിരിക്കും നിൽക്കുക. അതുപോലെ തന്നെ വളരെ വ്യക്തിഗതവും മായ രീതിയിൽ അവർക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ബോധന രീതികൾ എന്ന് പറയുന്നത്. ബോധന രീതികൾ എല്ലാവർക്കും ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താണോ ഡൗട്ട് ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് കുറച്ച് സമയം ഞാൻ തരാം. അടുത്ത നമ്മൾ നോക്കുന്ന ബോധന നിർദ്ദേശങ്ങളുടെ വർഗീകരണം അഥവാ ടാക്സോണമിയെ കുറിച്ചിട്ടാണ്. ടാക്സോണമി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബോധന നിർദ്ദേശങ്ങളുടെ വർഗീകരണ രീതി തന്നെയാണ് ടാക്സോണമി എന്ന് പറയാം. ടാക്സോണമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് ടാക്സോണമി അഥവാ ബോധന നിർദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന 3 തരത്തിലുള്ള മേഖലകളാണ് ഇതിനുള്ളത്. 3 തരത്തിലുള്ള മേഖലകളുണ്ട്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ അഥവാ വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃചാലക മേഖല എന്നുള്ളവയാണ് 3 ഡൊമൈനുകൾ. അദ്ദേഹം 3ആയിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് എന്നുള്ള ഓർമ്മിക്കുക. ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് നമ്മുടെ ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി. അപ്പം കൊഗ്നിറ്റീവ് ഡൊമൈനിൽ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനായിരിക്കും കൂടുതലും പ്രാധാന്യം കൊടുക്കുക. വൈജ്ഞാനിക മേഖല അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും. മുകളിലുള്ളത് കാണിക്കോ? എന്തോ മുകളിലുള്ള ഭാഗം ഇതാണോ ഉദ്ദേശിച്ചത്? അല്ല, അതിന്റെ മുകളിൽ. മോണ്ടിസോറിയോ? ആ, ഓക്കെ ഓക്കെ. ഓക്കെ, വൈജ്ഞാനിക മേഖല. വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നത് അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് ഭൗതിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളാണ് വൈജ്ഞാനിക മേഖല നടക്കുക. അതായത് ഭൗതികമായ രീതിയിലുള്ള വികസനമാണ് വൈജ്ഞാനിക മേഖല അഥവാ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ കൂടുതലായിട്ടും ഉദ്ദേശിക്കുക. അതിന്റെ രീതികളാണ് വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണയം എന്നിവ. വിജ്ഞാനം എന്ന് പറയുമ്പോൾ മുൻപ് പഠിച്ച അല്ലെങ്കിൽ സ്വാംശീകരിച്ചു വെച്ചിട്ടുള്ള, കുട്ടി ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള പാഠ്യവസ്തുവിന്റെ
സ്മരണ അല്ലെങ്കിൽ ഓർത്ത് നോക്കുന്നതിനെയാണ് വിജ്ഞാനം അഥവാ നോളജ് എന്ന് പറയുന്നത്. അതായത് നോളജ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഓൾറെഡി അതുണ്ട്, മുൻപ് പഠിച്ചതാണ്, അതൊന്ന് ഓർമ്മിച്ച് നോക്കുന്നു, അതിനെയാണ് വിജ്ഞാനം എന്ന് പറയാം. അടുത്തത് ആശയഗ്രഹണം. ആശയഗ്രഹണം എന്ന് പറയുന്നത് പ്രസക്തമായ ആ ഒരു പാഠപുസ്തകത്തിലെ ഒരു അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളെ ഗ്രഹിച്ച് പറയാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് അഥവാ ആശയഗ്രഹണം നമുക്ക് പറയാം. അടുത്തത് അതിന്റെ പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ. പഠിച്ച ആശയങ്ങള് വളരെ നൂതനമായിട്ടും വസ്തുനിഷ്ഠവുമായിട്ടും ചില സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടി അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അർത്ഥം, പ്രയോഗിച്ചു. അടുത്തത് അപഗ്രഥനം അഥവാ അനാലിസിസ്. പാഠ്യവസ്തുക്കളെ അവയുടെ ഘടന, സ്വഭാവം ഇവ മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥപൂർണമായ രീതിയിൽ ഘടകങ്ങളായി തിരഞ്ഞെടുക്കുന്ന ശേഷിയെയാണ് അപഗ്രഥനം എന്ന് പറയാം. അതായത് പാഠപുസ്തകത്തിലെ പല കാര്യങ്ങളുണ്ട്, അതിലെ അവയുടെ ഘടനയുടെയും സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരെ അർത്ഥപൂർണമായ രീതിയിൽ അതിനെ തിരിച്ചെടുക്കാനുള്ള കുട്ടിയുടെ ശേഷിയെയാണ് അപഗ്രഥനം എന്ന് പറയും. അടുത്തത് ഉദ്ഗ്രഥനം അഥവാ സിന്തസിസ്. അംശങ്ങൾ കൂട്ടിച്ചേർത്ത്, അതായത് ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് പുതുതായിട്ട് ഒരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള, അതായത് കുറേയേറെ ആശയങ്ങൾ നമ്മുടെ ഒരു പാഠപുസ്തകത്തിൽ കുട്ടി പഠിച്ചിട്ടുണ്ടാവും, അതിൽ നിന്നും പുതിയതായ രീതിയിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ചിന്ത വളർത്തിയെടുക്കാനായിട്ട് കുട്ടിയെ പ്രാപ്തനാക്കുന്നതാണ് സിന്തസിസ് അഥവാ ഉദ്ഗ്രഥനം എന്ന് പറയാം. അടുത്തത് മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ. ഒരു പ്രതിഭാസത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള കുട്ടിയുടെ ശേഷിയെയാണ് മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ എന്ന് പറയും. ഇത്രയും പ്രോസസ്സുകളാണ് വൈജ്ഞാനിക മേഖല അഥവാ കോഗ്നിറ്റീവ് ഡൊമൈനിൽ നടക്കുക. അതായത് അറിവ് സ്വീകരിക്കുന്നുണ്ട്, ദെൻ അത് അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഭൗതിക ശേഷികളുടെ വികസനമാണ് മെയിൻ ആയിട്ടും ഈ വൈജ്ഞാനിക മേഖല അഥവാ കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്തതാണ് വൈകാരിക മേഖല. വൈകാരിക മേഖലയില് അഥവാ അഫക്റ്റീവ് ഡൊമൈൻ ആസ്വാദനം, താല്പര്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാവങ്ങളുടെ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളെയാണ് വൈജ്ഞാനിക മേഖലയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെയാണ് കൂടുതലായിട്ടും ഈ പറയുന്ന വൈകാരിക മേഖല അഥവാ അഫക്റ്റീവ് ഡൊമൈനിൽ ഫോക്കസ് ചെയ്യുക. അതിലൊന്നാണ് റിസീവിങ്. അതായത് ഒരു പ്രത്യേക പ്രതിഭാസത്തിനെ സ്വീകരിക്കാനുള്ള പഠിതാവിന്റെ സന്നദ്ധത, കുട്ടികളെ ആ ഒരു ഉറപ്പിനെയാണ് സ്വീകരണം അഥവാ റിസീവിങ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് പ്രതികരണം. പഠന പ്രക്രിയയില് പഠിതാവിന്റെ സജീവമായിട്ടുള്ള പങ്കാളിത്തത്തിനെയാണ് പ്രതികരണം അഥവാ റെസ്പോണ്ടിങ് എന്ന് പറയാം. അടുത്തത് വാല്യുവിങ് അഥവാ വില കൽപ്പിക്കൽ. കുട്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പദാർത്ഥത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ കൽപ്പിക്കുന്ന മൂല്യം, ആ ഒരു മൂല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വില കൽപ്പിക്കൽ എന്ന് പറയാം. അടുത്ത സംഘാടനം. വിവിധ മൂല്യങ്ങളെ അതായത് വിവിധ വാല്യൂസിലുള്ള കാര്യങ്ങളെ പരസ്പര പൊരുത്തക്കേടുകളെല്ലാം ഒഴിവാക്കി സമന്വയിപ്പിക്കുന്നതിനെയാണ് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന് പറയാം. അടുത്ത സ്വാഭാവിക ശൈലി, ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ കോമ്പറ്റൻസ്. അതായത് കുട്ടി കൃത്യമായ രീതിയിൽ ഒരു ഇമോഷണലി വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പൊ വൈകാരിക മേഖലയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കി കൊണ്ടുവരിക, കുട്ടികള് ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അടുത്തത് മനഃചാലക മേഖല. മനഃചാലക മേഖല എന്ന് പറയുന്നത് കായികവും പ്രവർത്തനപരവുമായിട്ടുള്ള നൈപുണ്യങ്ങളുടെ വികസനം ഉൾക്കൊള്ളുന്നതാണ് മനഃചാലക മേഖല എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയാനുഭൂതി, സന്നദ്ധത, മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം, അതുപോലെ പ്രവർത്തന നിയന്ത്രണം, അതുപോലെ സങ്കീർണ ബാഹ്യ പ്രതികരണം, സമായോജന, മൗലിക സൃഷ്ടി തുടങ്ങിയവയെല്ലാം ഈ പറയുന്ന മനഃചാലക മേഖലയുടെ ഉദ്ദേശങ്ങളാണ്. ഇതിലെ ഇന്ദ്രിയാനുഭൂതി അഥവാ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ മസിലിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ചില സൂചനകൾ ലഭ്യമാക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന പ്രക്രിയനെയാണ് പെർസെപ്ഷൻ അഥവാ ഇന്ദ്രിയാനുഭൂതി എന്ന് പറയാം. അടുത്തത്
എന്താ പറയാ നില, അതിന്റെ ഓരോ സെക്ഷൻ, അതായത് ഏത് നിലയിൽ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ മാർഗദർശിക പ്രതികരണം, അതിന് കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നു. ദെൻ പ്രവർത്തന തന്ത്രം, പ്രവർത്തന ഏത് രീതിയിൽ ആ ഒരു സൈക്കോമോട്ടോർ രീതിയിലുള്ള ഡെവലപ്മെന്റ് കുട്ടികളിലേക്ക് എത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നു. ദെൻ സങ്കീർണ ബാഹ്യ പ്രതികരണം, സമായോജനം, മൗലിക സൃഷ്ടി, ഇത്രയുമാണ് മനഃശാലക മേഖലയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് നിലവിൽ എടുക്കാനായിട്ടുള്ള ടോപ്പിക്. പെഡഗോജിയുടെ മെയിൻ ആയിട്ട് ബോധന രീതികളും ഡൊമൈനുമാണ് നമുക്ക് നോക്കേണ്ടത്. ബോധന തന്ത്രങ്ങളും നമ്മൾ ഇതിനോടകം പറഞ്ഞു. നറേഷന്, അതുപോലെ വർണ്ണനം, ബോധന തന്ത്രങ്ങളും നമ്മുടെ ബോധന രീതികളും എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടോ? അവസാനത്തെ സ്ലൈഡ് ഒന്നുകൂടി കാണിക്കോ? എന്തോ? അവസാനത്തെ സ്ലൈഡ് ഒന്നുകൂടി കാണിക്കോ? ഓക്കെ. ഓക്കെ മിസ്. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി, 6:15 അതിന് മുന്നേ എന്തെങ്കിലും ഇതിന്റെ PDF ഒന്ന് കിട്ടാൻ പറ്റുമോ? ഞാൻ ഈ ഒരു PDF ഞാൻ അജയ് സാറിന് ഓൾറെഡി ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കും. സാറിന് അത് എപ്പോ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. അയ്യോ അങ്ങനെയാണോ? ഇത് ഉടനെ കിട്ടിയെങ്കിൽ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാൻ നല്ല ഈസി ആയിരുന്നു കേട്ടോ. ഓക്കെ, എനിക്കും അറിയാം. കാരണം ഇന്ന് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ അതിന്റെ എല്ലാം അപ്ലോഡ് ചെയ്ത് എപ്പോ കിട്ടും എന്ന് എനിക്കറിയത്തില്ല. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ PDF സാറിന് അയച്ചു കൊടുക്കാം. പ്രൊജക്ട് വരെയുള്ള സ്ലൈഡുകൾ ഒന്ന് കാണിച്ചു തരുമോ? എന്തോ? സ്ലൈഡുകളൊന്ന് ജസ്റ്റ് കാണിച്ചു തരുമോ? ഓക്കെ, ടീച്ചറെ കാണുക. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, ഇത് സ്ലൈഡിലില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതേ ഉള്ളൂ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരാണ് മൈക്ക് ഓൺ ആക്കി വെച്ചിരിക്കുന്നത്? മൈക്ക് ഓഫ് ആക്കിയേ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആദ്യം അനുവർത്തിക്കേണ്ടത്: ഓപ്ഷൻ എ, വിവിധ പഠനാനുഭവങ്ങൾ ആസൂത്രണം ചെയ്യുക. ഓപ്ഷൻ ബി, ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയുക. ഓപ്ഷൻ സി, കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഠനാനുഭവങ്ങൾ നൽകുക. ഓപ്ഷൻ ഡി, ഭിന്നശേഷിക്കാരുടെ വിവിധ കഴിവുകൾ വിലയിരുത്തുക. ഇതിലേതായിരിക്കും നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആദ്യം അനുവർത്തിക്കേണ്ടത്: ഓപ്ഷനുകള്: വിവിധ പഠനാനുഭവങ്ങൾ ആസൂത്രണം ചെയ്യുക, ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയുക, കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഠനാനുഭവങ്ങൾ നൽകുക, ഭിന്നശേഷിക്കാരുടെ വിവിധ കഴിവുകൾ വിലയിരുത്തുക. ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? എ അല്ല നമുക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന പല തലത്തിലുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ ആദ്യമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇതാണ്: ആരാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മുടെ മുന്നിലുള്ളതെന്ന് വേണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. അതിനുശേഷമാണ് ഓരോ കുട്ടിക്കും എന്ത് മെത്തേഡാണ് നമ്മൾ കൊടുക്കേണ്ടത് തുടങ്ങിയതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോകാൻ. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ വേണം നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് തിരിച്ചറിയാൻ. സാമൂഹ്യ പഠന രീതി എന്തോ? സാമൂഹ്യ പഠന രീതിയുടെ ഉപജ്ഞാതാവ്: ഓപ്ഷൻ എ, ജീൻ പിയാഷെ. ഓപ്ഷൻ ബി, ഡേവിഡ് ഒസ്ബൽ. ഓപ്ഷൻ സി, ആൽബർട്ട് ബന്ദൂര. ഓപ്ഷൻ ഡി, ജെറോം എസ് ബ്രൂണർ. സാമൂഹ്യ പഠന രീതി. ആൽബർട്ട് ബന്ദൂര. ആൽബർട്ട് ബന്ദൂരയാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയേ. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ ബാബു സംഘ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല.
അധ്യാപകൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കും? ഓപ്ഷൻ എ, അവന്റെ താല്പര്യം അനുസരിച്ച് ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിരന്തരം നൽകുന്നു. ഓപ്ഷൻ ബി, നേതൃത്വ പഠനങ്ങളിൽ പങ്കെടുക്കുന്നതിന് നിർബന്ധിക്കുന്നു. ഓപ്ഷൻ സി, വ്യക്തി അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ മാത്രം അവനെ പങ്കെടുപ്പിക്കാൻ അനുമതി നൽകുന്നു. ഓപ്ഷൻ ഡി, സംഘപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്തതിന് അവനെ വിമർശിക്കുന്നു. ഓപ്ഷൻ ബി. പറഞ്ഞോ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. താല്പര്യം കാണിക്കാതെ മാറി നിൽക്കുന്ന കുട്ടിയെ നമ്മൾ വിമർശിച്ചിട്ടും കാര്യമില്ല, നിർബന്ധിച്ച് അവനെ സംഘ ചർച്ചയിലോട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടും കാര്യമില്ല. അവന്റെ താല്പര്യം അനുസരിച്ച് ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് നൽകി കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിക്ക് താല്പര്യമില്ലാത്ത കാര്യം പിന്നീട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അടുത്തത്, നിങ്ങളുടെ ക്ലാസ്സിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ, അധികാരികളെ വിവരം അറിയിക്കും. ഓപ്ഷൻ ബി, ദുശീലം ഇല്ലാതാക്കാൻ അവനെ ഉപദേശിക്കും. ഓപ്ഷൻ സി, ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കും. ഓപ്ഷൻ ഡി, രക്ഷിതാക്കളെ വിവരം അറിയിച്ച് ചികിത്സ കൊടുക്കാൻ നിർദ്ദേശിക്കും. ഓപ്ഷൻ ഡി, രക്ഷിതാക്കളെ വിവരം അറിയിക്കും. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ അതായത് രക്ഷിതാക്കളെ വിവരം അറിയിച്ച് ചികിത്സ കൊടുക്കാൻ നിർദ്ദേശിക്കും. കാരണം കുട്ടി ഓൾറെഡി എങ്ങനെയാണ്, ലഹരിക്ക് അടിമപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ ആ ദുശീലം ഇല്ലാതാക്കാൻ അവനെ ഉപദേശിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. അപ്പൊ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് ചികിത്സ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ, അസൈൻമെന്റ്. ഓപ്ഷൻ ബി, മൈക്രോ ടീച്ചിങ്. ഓപ്ഷൻ സി, ഡെമോൺസ്ട്രേഷൻ. ഓപ്ഷൻ ഡി, ബ്രെയിൻ സ്റ്റോമിംഗ്. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കുട്ടികൾക്ക് സർഗശേഷി പരിപോഷിക്കാനായിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, പ്രതിഭാധനരായ കുട്ടികളെ പഠിപ്പിക്കാൻ അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻ എ, ഉന്നത നിലവാരമുള്ള ചിന്താ മാതൃകകൾ നൽകുക. വ്യത്യസ്ത ബോധന പ്രവർത്തനങ്ങൾ നൽകുക. ഓപ്ഷൻ സി, സ്വതന്ത്ര പഠന രീതികൾ പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയല്ല. മുകളിൽ പറഞ്ഞവയല്ല. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, സ്കൂൾ ഗേറ്റിനരികെ വിൽപ്പനയ്ക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടികൾ വാങ്ങി കഴിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ഓപ്ഷൻ എ, കച്ചവടക്കാരെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കും. ഓപ്ഷൻ ബി, പ്രിൻസിപ്പലിനെ വിവരം അറിയിക്കും. ഓപ്ഷൻ സി, കുട്ടികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകും. ഓപ്ഷൻ ഡി, സ്കൂൾ അസംബ്ലിയിൽ ഇത്തരം കാര്യങ്ങളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഓപ്ഷൻ ഡി ആണ്. സ്കൂൾ അസംബ്ലിയിൽ ഇത്തരം കാര്യങ്ങളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതി ഏതാണ്? ഓപ്ഷൻ എ, മൈക്രോ ടീച്ചിങ്. ഓപ്ഷൻ സി, പ്രസംഗ രീതി. ഓപ്ഷൻ ബി, സംഘബോധനം. ഓപ്ഷൻ ഡി, പ്രോജക്റ്റ് രീതി. മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് ആണ്. ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരം ഒരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? ഓപ്ഷൻ എ, പ്രശ്നോന്നത സമീപനം. വിമർശനാത്മക ബോധനം. സാമൂഹിക ജ്ഞാന നിർമ്മിതി. ഓപ്ഷൻ ബി, പ്രശ്നോന്നത സമീപനം, ഗസ്റ്റാൾട്ട്, ബഹുമുഖ ബുദ്ധി. ഓപ്ഷൻ സി, പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധനം, ഗസ്റ്റാൾട്ട്. ഓപ്ഷൻ ഡി, പ്രശ്നോന്നത സമീപനം,
ഗസ്റ്റാൾട്ട്, സാമൂഹിക ജ്ഞാന നിർമ്മിതി. ടീച്ചറ് ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരം ഒരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? ഓപ്ഷൻ എ പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹിക ജ്ഞാന നിർമ്മിതി. ഓപ്ഷൻ ബി പ്രശ്നോന്നിത സമീപനം, ഗസ്റ്റാൾട്ട്, ബഹുമുഖ ബുദ്ധി. ഓപ്ഷൻ സി പ്രശ്നോന്നിത സമീപനം, വിമർശനാത്മക ബോധനം, ഗസ്റ്റാൾട്ട്. ഓപ്ഷൻ ഡി പ്രശ്നോന്നിത സമീപനം, ഗസ്റ്റാൾട്ട്, സാമൂഹിക ജ്ഞാന നിർമ്മിതി. ഓപ്ഷൻ ബി. സി ആണ്. അവിടെ വിമർശനാത്മക ബോധനവും വളരുന്നുണ്ട്. പ്രശ്നോന്നിത സമീപനം എല്ലായിടത്തും ഉണ്ട്. അതോടൊപ്പം ഗസ്റ്റാൾട്ട് രീതിയും വിമർശനാത്മക ബോധനവും കുട്ടികളിൽ വളരുന്നുണ്ട്. ഈ ചിത്രങ്ങളും സീഡികളും എല്ലാം കാണിച്ചുള്ള ക്ലാസ് എടുക്കുമ്പോൾ. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേണോ? തപ്പി പോയപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം കിട്ടിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചാൽ എനിക്ക് ഇപ്പം കാണാൻ പറ്റില്ല, കാരണം സ്ക്രീൻ ഷെയറിംഗിലാണ് കിടക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അനേകം പ്രത്യേക ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന ചിന്തന സമ്പ്രദായത്തിന്റെ പേര്. അനേകം പ്രത്യേക ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന ചിന്തന സമ്പ്രദായത്തിന്റെ പേര്. ഓപ്ഷൻ എ ആഗമന രീതി, ഓപ്ഷൻ ബി നിഗമന രീതി, ഓപ്ഷൻ സി അപഗ്രഥന രീതി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ എ ആഗമന രീതി. ഓപ്ഷൻ എ ആഗമന രീതി. ഓപ്ഷൻ എ. പ്രൈമറി ക്ലാസ്സുകളിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നത് ചർച്ചാരീതി, പ്രസംഗ രീതി, കഥാകഥന രീതി, പ്രോജക്റ്റ് രീതി. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഏതൊരു ടീച്ചറെ സ്റ്റാർട്ടിങ്ങിൽ എന്നോട് ചോദിച്ചായിരുന്നു സ്ലൈഡുകൾ കാണിക്കാമെന്നും. ഓരോ സ്ലൈഡുകളായിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. ടീച്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞോ? എടുത്തു മിസ്സേ. ഓക്കെ, ഇനി കിട്ടാനൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അധ്യാപക രക്ഷകർതൃ സമിതിയുടെ പ്രധാന ഉദ്ദേശം എന്ത്? ഓപ്ഷൻ എ കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തുക, ഓപ്ഷൻ ബി അധ്യാപകരുടെ കഴിവുകൾ വിലയിരുത്തുക, ഓപ്ഷൻ സി സ്കൂളും വീടും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുക, ഓപ്ഷൻ ഡി സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വിലയിരുത്തുക. ഡി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്കൂളും വീടും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് അധ്യാപക രക്ഷകർതൃ സമിതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കിൻഡർ ഗാർഡന് റോബർട്ട് നൽകിയ മുദ്രാവാക്യമായത്? ഓപ്ഷൻ എ കുട്ടികളുടെ കളിസ്ഥലം, ഓപ്ഷൻ ബി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കാം, ഓപ്ഷൻ സി കുട്ടികളുടെ പൂന്തോട്ടം, ഓപ്ഷൻ ഡി നമ്മുടെ വീടും വിദ്യാലയവും ഒന്നാണ്. നമുക്ക് അല്ല, ഓപ്ഷൻ ബി ആണ്. നമുക്ക് അല്ല, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കാം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം വരിക. നവോത്ഥാന വിദ്യാലയങ്ങൾ നിലവിലില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര.
തമിഴ്നാടാണ്. തമിഴ്നാട്ടില് നവോദയ തമിഴ്നാട് തമിഴ് മിസ്സേ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? നവോത്ഥാന വിദ്യാലയങ്ങൾ നിലവിലില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. അതില് കിൻഡർ ഗാർഡൻ ചോദിച്ചത്, കിൻഡർ ഗാർഡൻ എന്ന പദത്തിന്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം എന്നല്ലേ? പദത്തിന്റെ അർത്ഥമല്ല സാറേ, കിൻഡർ ഗാർഡന് പ്രോബൽ നൽകിയ മുദ്രാവാക്യം നമുക്ക് ആൻസർ നമ്മുടെ തമിഴ്നാടല്ലേ? കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കാം. നവോദയ വിദ്യാലയങ്ങൾ നിലവിലില്ലാത്ത ഒരു മിനിറ്റ് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ടീച്ചറിന്റെ ക്ലിയർ സംസാരിക്കരുത്. ഒരു സാറിനോട് എന്തോ ചോദിച്ചിരുന്നു കിൻഡർ ഗാർഡന്റെ മുദ്രാവാക്യം, അത് പറഞ്ഞു തീർത്തിട്ട് ടീച്ചറിന്റെ സംശയം പറയാം. കിൻഡർ ഗാർഡന് പ്രോബൽ നൽകിയ മുദ്രാവാക്യം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് ജീവിക്കാം. അതുപോലെ അടുത്ത ടീച്ചർ ചോദിച്ചിരുന്നത് നവോദയ വിദ്യാലയങ്ങൾ നിലവിലില്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നായിരുന്നു. തമിഴ്നാടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി ക്വസ്റ്റ്യൻസ് വേണോ? വേണം. ഓക്കെ. അധ്യാപകർ ഇടയ്ക്കിടെ വരുത്തുന്ന തെറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഓപ്ഷൻ എ അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ, ഓപ്ഷൻ ബി തെറ്റുകൾ തിരുത്തി പരിഹാര ബോധനം സാധ്യമാക്കാൻ, ഓപ്ഷൻ സി കുട്ടികളുടെ കഴിവിനനുസരിച്ച് ഗ്രൂപ്പ് തിരിക്കാൻ, ഓപ്ഷൻ ഡി പാഠ്യപദ്ധതി തിരുത്തി എഴുതാൻ. അധ്യാപകർ ഇടയ്ക്കിടെ വരുത്തുന്ന തെറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓപ്ഷൻ ബി തെറ്റുകൾ തിരുത്തി പരിഹാര ബോധനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് അധ്യാപിക പഠനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓപ്ഷൻ എ കുട്ടികളിൽ പ്രതീക്ഷകൾ അർപ്പിക്കാതെ, ഓപ്ഷൻ ബി കുട്ടികളിൽ ഉയർന്ന പ്രതീക്ഷകൾ അടിച്ചേൽപ്പിച്ച്, ഓപ്ഷൻ സി കുട്ടികളിൽ അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും സൃഷ്ടിച്ച്, ഓപ്ഷൻ ഡി എല്ലാ കുട്ടികളിലും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കാതെ. സി ആണ് വരിക. കുട്ടികളില് അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും സൃഷ്ടിച്ച്. വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതിയെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ എ കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കുവാനും പ്രവർത്തിക്കുവാനും ടീച്ചർ അവസരം നൽകുന്നു. ഓപ്ഷൻ ബി പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടീച്ചർ പറഞ്ഞു നൽകുന്നു. ഓപ്ഷൻ സി കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. ഓപ്ഷൻ ഡി ടീച്ചർ കുട്ടികൾക്ക് പാഠപുസ്തകം ക്ലാസ്സിൽ വായിക്കാൻ അവസരം നൽകുന്നു. ഓപ്ഷൻ എ ആണ്. കുട്ടികൾക്ക് അഭിപ്രായം പറയാനും ചെറു ഗ്രൂപ്പുകളിൽ കൂടിയിരുന്ന് ആലോചിക്കുവാനും പ്രവർത്തിക്കുവാനും ടീച്ചർ അവസരം നൽകുന്നു. ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസം. ആരുടെ വാക്കുകളാണിത്? ഗാന്ധിജി, ശങ്കരാചാര്യ, ടാഗോർ, റൂസോ? വേറെ? ശങ്കരാചാര്യരുടെ വാക്കുകളാണ് ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സിനി എന്ന എന്തോ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസം. ആരുടെ വാക്കുകൾ? ശങ്കരാചാര്യ. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സിനി എന്ന വിദ്യാർത്ഥിനി നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ പെട്ടെന്ന് പിന്നോക്കം പോയി. ഇത് പരിഹരിക്കാൻ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷൻ എ പരിഹാര ബോധനം നൽകും. ഓപ്ഷൻ ബി സഹപാഠികൾ തമ്മിലുള്ള പഠനം അവലംബിക്കാനായി പറയും. ഓപ്ഷൻ സി മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ സിനിയെ അവഗണിക്കുക.
ഓപ്ഷൻ ഡി അധ്യാപന വേഗത കൂട്ടി അവളുടെ ഗ്രഹണശേഷി കൂട്ടാൻ ശ്രമിക്കുക. പരിഹാര ബോധനം നൽകും. പരിഹാര ബോധനം നൽകും. കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയം? ഓപ്ഷൻ എ കുട്ടിയെ പരിഹസിക്കുക. ഓപ്ഷൻ ബി ധൈര്യവാനായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഉപദേശിക്കുക. ഓപ്ഷൻ സി പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. ഓപ്ഷൻ ഡി ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക. പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാനായിട്ട് അവസരം നൽകുകയാണ് ചെയ്യേണ്ടത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം. ഓപ്ഷൻ എ എല്ലാ സ്കൂളുകളിലും ബ്ലാക്ക് ബോർഡ് നിർബന്ധമായും സ്ഥാപിക്കുക. ഓപ്ഷൻ ബി അപ്പർ പ്രൈമറി വിഭാഗം ഭൗതിക പഠന നിലവാരം ഉയർത്തുക. ഓപ്ഷൻ സി പ്രൈമറി ക്ലാസ്സുകളിൽ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ഡി ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പരിശീലിപ്പിക്കുക. പ്രൈമറി ക്ലാസ്സുകളിൽ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. 3 വയസ്സുള്ള ഒരു കുട്ടിയിൽ മാനസിക സാമൂഹ്യ വികാസത്തിന് ഏറ്റവും ഉചിതമായ നടപടി ഏത്? പാട്ടുപാടിയും കഥകൾ പറഞ്ഞും സന്തോഷിപ്പിക്കുക. ഓപ്ഷൻ ബി കുട്ടികളുടെ അനുകൂല പ്രതികരണങ്ങളെ ഉത്തേജിപ്പിക്കുക. ഓപ്ഷൻ സി സ്വയം 1 കപ്പ് പാലെടുത്ത് കുടിക്കാൻ അനുവദിക്കുക. ഓപ്ഷൻ ഡി വ്യത്യസ്ത തരം പാവകളും കളിക്കോപ്പുകളും ലഭ്യമാക്കുക. ഓപ്ഷൻ എ ആണ് പാട്ടുപാടിയും കഥകൾ പറഞ്ഞും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക. നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? വ്യക്തിപഠനം, നിരീക്ഷണം, അഭിമുഖം, സർവേ. വ്യക്തിപഠനമാണ്. ടീച്ചർ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി ഏത്? വ്യക്തിപഠനം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി. രാജു അതിന്റെ ഉത്തരം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പുതിയ രീതിയിലാണ് ചെയ്തത്. രാജുവിന്റെ ഈ സ്വഭാവം വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ താല്പര്യം. ഓപ്ഷൻ ബി അഭിപ്രേരണ. ഓപ്ഷൻ സി ബുദ്ധി. ഓപ്ഷൻ എ ക്രിയാത്മക ചിന്ത. ക്രിയാത്മക ചിന്തയാണ് വരിക. ഓക്കെ, നമുക്കിനി പതിയെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 7:15 കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് എപ്പോഴാ? 8 മണിക്കോ? ഓക്കെ, നമുക്ക് പതിയെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു മിനിറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ല മിസ്, ക്ലിയർ ആയിരുന്നു. ക്ലിയർ ആയിരുന്നു. ഓക്കെ, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഞാൻ ഈ സാറിന് PDF അയച്ചു കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു സർ.